ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മൾ പഠിച്ച കുറച്ച് ടേംസ് ഉണ്ട്. ബട്ട് ദെൻ ആ ടേംസ് തമ്മിലുള്ള ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അത് നമുക്ക് കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്ന കുറച്ച് ടേംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഇസ് ഗ്യാസും വേപ്പറും വളരെ സെയിം ആയിട്ട് തോന്നും, ഒത്തിരി കൺഫ്യൂസ് ആവുന്ന ഒരു രണ്ട് ടേംസ് ആണ്. അതുപോലെ തന്നെയാണ് ബോയിലിംഗും ഇവാപ്പറേഷനും. സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് തിങ്സ്. ദ ഫസ്റ്റ് വൺ ഇസ് ഗ്യാസ് ആൻഡ് വേപ്പർ. ഗ്യാസ് എന്ന് ഇപ്പോൾ ഒരു സബ്സ്റ്റൻസ് ഗ്യാസ് ആണെന്ന് പറയുന്നത് വെച്ചാൽ ആ സബ്സ്റ്റൻസിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആക്ച്വലി റൂം ടെമ്പറേച്ചറിനേക്കാളും ലോ ആണെങ്കിൽ ആണ് നമ്മളിപ്പോൾ ആ സബ്സ്റ്റൻസ് ഗ്യാസ് എന്ന് പറയുന്നത്. ലൈക്ക് ഫ്രം ഓക്സിജൻ, റൈറ്റ്? ഒരു നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഓക്സിജൻ ഗ്യാഷ്യസ് ഫോമിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഓക്സിജന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിനേക്കാളും ലോവർ ആണ്. അതേ സമയത്ത് വേപ്പർ എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുന്നത്, ഒരു നോർമൽ സബ്സ്റ്റൻസിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ആണെങ്കിൽ അതിനെ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുവോ ടെമ്പറേച്ചർ റേസ് ചെയ്യുവോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഇന്റർ പാർട്ടിക്കിൾ ഡിസ്റ്റൻസസ് ഇൻക്രീസ് ആയി, അതിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സസ് ഓഫ് അട്രാക്ഷനും ഡിക്രീസ് ആയി, അത് സ്ലോലി ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് ട്രാൻസ്ഫോം ആയി നമുക്ക് കിട്ടുന്ന ആ ഫോമിനാണ് നമ്മൾ വേപ്പർ എന്ന് പറയുന്നത്. ആ ഗേഷ്യസ് സ്റ്റേറ്റിനാണ് നമ്മൾ വേപ്പർ എന്ന് പറയുന്നത്. Okay, then the next two things are boiling and evaporation. These are the two things. കേൾക്കുമ്പോൾ വളരെ സിമിലർ ആയിട്ട് തോന്നും, പക്ഷെ അവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ബോയിലിംഗ് എന്ന് വെച്ചാൽ അതെന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നടക്കുന്ന ഒരു ഫിനോമിനൻ ആണ്. നമ്മൾ ലിക്വിഡിനെ ഹീറ്റ് ചെയ്യുമ്പം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നടക്കുന്ന ഫിനോമിനൻ ആണ് ബോയിലിംഗ്. ഓക്കെ, അതേ സമയത്ത് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് അതിനൊരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഒന്നുമില്ല ടു ഹാപ്പൻ. ഇറ്റ് ഹാപ്പൻസ് ത്രൂ ഔട്ട്. ഓക്കെ, സോ ഇവാപ്പറേഷൻ ഇസ് സംതിങ് ദാറ്റ്. ദെൻ ദ അതർ തിങ് ഇസ് ബോയിലിംഗ് എന്ന് പറയുന്നത് ഒരു ബൾക്ക് ഫിനോമിനൻ ആണ്. എന്ന് വെച്ചാൽ വാട്ട് ഐ മീൻ ബൈ ദാറ്റ് ഇസ് ഇറ്റ് ഇൻവോൾവ്സ് ഫോർമേഷൻ ഓഫ് ബബിൾസ് ഓഫ് ദ വേപ്പേഴ്സ് ഫ്രം ദ ബൾക്ക് ഓഫ് ദാറ്റ് ലിക്വിഡ്. ഓക്കെ, അതേ സമയത്ത് ഇവാപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സർഫസ് ഫിനോമിനൻ ആണ്. എന്ന് വെച്ചാൽ ഇവാപ്പറേഷൻ നടക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ആ ലിക്വിഡിന്റെ സർഫസിലുള്ള മോളിക്യൂൾ, ആ സർഫസിലുള്ള പാർട്ടിക്കിൾസിലാണ് ഇമ്പാക്ട് വന്ന് അത് ഇവാപ്പറേറ്റ് ആയി പോകുന്നത്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ പാർട്ടിക്കിൾസ് ഇൻ ദ ബൾക്ക്. whereas in boiling it is a bulk phenomenon. പിന്നെ നമ്മൾ എല്ലാവരും കോൺസ്റ്റന്റ്ലി കാണുന്നതാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കൂളിംഗ്. ദാറ്റ് ഈസ് ഇവാപ്പറേഷൻ ഇസ് ഓൾവേസ് accompanied by cooling, whereas boiling in the case you won't see any sort of cooling taking place. Okay, now let's move on to the questions. So here's a numerical related to the concepts of the units of temperature. So the question is, calculate the temperature at which the Fahrenheit and Celsius scales have the same reading. Okay, so നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഏതാണ് ആ ടെമ്പറേച്ചർ വേർ സെൽഷ്യസ് സ്കെയിലും ഫെറൻഹൈറ്റ് സ്കെയിലും അത് സെയിം ആയിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ടു സോൾവ് ദാറ്റ് പ്രോബ്ലം, before that, this is a relation which correlates these two scales, as you might be knowing. So let that temperature at which the Fahrenheit and Celsius scale have the same reading, let that temperature be, say, X. Okay, so we are substituting that values corresponding to the Fahrenheit and the Celsius. So you are substituting X in the above equation and you get this. Then solving for the value of X, you'll end up with a value minus 40. Okay, so minus 40 is the temperature where the Fahrenheit and Celsius scale will have same reading. That is minus 40 degree Celsius nu parayunnadum minus 40 degree Fahrenheit nu parayunnadum same temperatures aanu. Okay, then let's move on to next question. Next question is an important question. Ordinary water boils at 100 degrees Celsius.
Can it be made to boil at 90 degrees Celsius or 105 degrees Celsius? The answer is yes. എന്താന്ന് വെച്ചാൽ നമ്മളുടെ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ഒത്തിരി ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഹൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ സേ ഹിലി ഏരിയാസിൽ പോവുമ്പം നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. അതേ സമയത്ത് നമ്മൾ സീ ലെവലിലാകുമ്പം ആ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ഇസ് ദ പ്രഷർ ദാറ്റ് വി ഒബ്സർവ് വെൻ വി ആർ ഇൻ ദിസ് അറ്റ് ദ സീ ലെവൽ. അതേ സമയത്ത് നമ്മളൊരു ഹിൽ സ്റ്റേഷൻസിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ആ പ്രഷർ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ റിഡ്യൂസ് ആയി കുറയും. സോ ലോവർ ആയി പ്രഷർ ലോവർ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റും ഡിക്രീസ് ആവും. അതുപോലെ തന്നെ നമ്മൾ സീ ലെവലിനേക്കാളും ബിലോ എന്ന് പറയുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്രഷർ, ആ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് ആ പ്രഷർ ഇൻക്രീസ് ആവുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ ബോയിലിംഗ് പോയിന്റും വാട്ടറിൻ്റെ ഇൻക്രീസ് ആകാം. സോ നമുക്ക് വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് അല്ല. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് wherever you go and if you start boiling your water, it will boil at 100 degrees Celsius. It's not like that. It keeps on varying depending on the pressure. Okay, so if you go to hilly places where the pressure is low, you can see a decrease in boiling point, whereas if you go to places where the pressure is higher than 1 atmosphere, then you can see the boiling point to be high. For that matter, the boiling point of water at the top of Mount Everest is found to be 71 degrees Celsius. See, it's almost like around 30 degrees Celsius less than what usually you see, right? Why? Because അവിടെ മൗണ്ട് എവറസ്റ്റിൽ ചെന്ന് കഴിയുമ്പം അതിൻ്റെ പീക്കിൾ എന്ന് പറയുന്നത് വരുന്ന ആ പ്രഷർ എന്ന് പറയുന്നത് നമ്മളുടെ സീ ലെവലിൽ കാണുന്ന 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാളും ലോവർ ആണ്. That's why the boiling point seems to be low. Okay. So so we are ending this chapter, that is matter in our surroundings. From next video onwards, I'll be starting the second chapter, that is matter around us pure. So if you like the video, don't forget to like, share and subscribe. Thank you.